Welcome to Commerce Tutorial with Dr. Ronnie Jean Raju. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മീറ്റിംഗ്സിനെ കുറിച്ചാണ്, കമ്പനികളുടെ മീറ്റിംഗ്സിനെ കുറിച്ചാണ്. സോ വി നോ വാട്ട് ഈസ് എ മീറ്റിംഗ് അല്ലേ? മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അവരുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒന്നിച്ച് അസംബിൾ ചെയ്ത് ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒന്നിച്ചു കൂടി ആ വിഷയത്തെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന അതിനെയാണ് നമ്മൾ മീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഈ മീറ്റിംഗ് ഒരു കമ്പനിയിൽ നടക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? കമ്പനി മീറ്റിംഗ് ആയി മാറുന്നു. കമ്പനി മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അത് മെമ്പർമാരുടെ മീറ്റിംഗ് ആകാം, അല്ലെങ്കിൽ മെമ്പർമാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആകാം. എന്തിനു വേണ്ടിയായിരിക്കും അവർ ആ മീറ്റിംഗ് കൂടുന്നത്? ഫോർ ഡിസ്കസിങ് ദ മാറ്റേഴ്സ് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു ദം ആൻഡ് ടേക്കിംഗ് എ ഡിസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് മാറ്റർ. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മീറ്റിംഗ് സാധാരണയായിട്ട് വിളിച്ചു കൂട്ടുന്നത്. മീറ്റിംഗ് ഒന്നുകിൽ മെമ്പർമാരുടെ മീറ്റിംഗ്, കമ്പനി മീറ്റിംഗ്സ് ഒന്നുകിൽ മെമ്പർമാരുടെ മീറ്റിംഗ് ആകാം, അല്ലെങ്കിൽ അവരുടെ ഡയറക്ടേഴ്സ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആകാം. എന്നിരുന്നാലും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് മീറ്റിംഗ്, ബിക്കോസ് normally decisions are taken in these meetings in order to carry out the administrative work of the company. നമുക്കറിയാം, കമ്പനി അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനിയുടെ എല്ലാ അഡ്മിനിസ്ട്രേഷനും ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ മെജോറിറ്റിയുടെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണോ എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കമ്പനികളൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ മീറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കണ്ടക്ട് മീറ്റിംഗ്, ബിക്കോസ് ദ മീറ്റിംഗ്സ് is a route through which the decisions are taken for the companies. So in order to conduct the administrative work of the company, the meetings is very crucial. So പല തരങ്ങളിലുള്ള മീറ്റിംഗ്സ് ഉണ്ട്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള മീറ്റിംഗ്സ് ആണ്. നോർമലി മീറ്റിംഗ്സ് ഇസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു. The one is meeting of its members. The second one other meetings. Other meetings എന്താണെന്ന് ഞാൻ അടുത്ത് പറയാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ്. മീറ്റിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സും അതർ മീറ്റിംഗ്സും. മീറ്റിംഗ്സ് ഓഫ് മെമ്പർമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്, ഒന്നാമത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്, അല്ലെങ്കിൽ മെമ്പർമാരുടെ മീറ്റിംഗ്, അല്ലെങ്കിൽ രണ്ട് അതർ മീറ്റിംഗ്സ്. ശ്രദ്ധിച്ചേ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് അല്ലെങ്കിൽ മെമ്പർമാരുടെ മീറ്റിംഗ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. അത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ആനുവൽ ജനറൽ മീറ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, തേർഡ് വൺ ക്ലാസ് മീറ്റിംഗ്. ഒന്ന് ആനുവൽ ജനറൽ മീറ്റിംഗ്, രണ്ട് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, മൂന്ന് ക്ലാസ് മീറ്റിംഗ്. So the company meeting is broadly classified into two: meeting of members and other meeting. The meeting of members is divided into 3: annual general meeting, extraordinary general meeting, and class meeting. The first one is annual general meeting. ആ പേരിനകത്ത് തന്നെയുണ്ട് എന്താണ്, എല്ലാ വർഷവും നടത്തുന്ന മീറ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് എസ് എ റെഗുലർ മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ്, അത് ഒരു കമ്പനിയുടെ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ആനുവലി നടക്കുന്ന മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. The purpose of such a meeting is to provide an opportunity to the members to express the opinion or to express the views on the management of the affairs on management of the company. കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ അഫയേഴ്സിനെ കുറിച്ച് ഓരോ മെമ്പർമാർക്കും അവരുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ്. So this meeting, the purpose of this meeting is to protect the interest of the shareholders, and it is necessary that whatever the company is, whether it is a public company or whether it is a private company, it is necessary to hold an annual general meeting. But
ബട്ട് വിത്ത് ദ കേസ് ഓഫ് 1 person കമ്പനി നമുക്കറിയാം ഒരു മെമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഓർക്കുക, ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു റെഗുലർ മീറ്റിംഗ് ആണ്. ഇത് എല്ലാ വർഷവും നടക്കുന്നൊരു മീറ്റിംഗ് ആണ്. ഇങ്ങനൊരു മീറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, the purpose of this meeting is to provide an opportunity to the members to express the views with respect to administration of the company or with respect to management of the company. കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനുള്ളൊരു അവസരമാണിത്. സച്ച് മീറ്റിംഗ് വിൽ ഡെഫിനറ്റ്ലി പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പർ. കാരണം അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് രേഖപ്പെടുത്തണമെങ്കിൽ എല്ലാ വർഷവും അവർ ഒന്നിച്ച് കൂടണം അല്ലേ. അങ്ങനെ എല്ലാ വർഷവും ഒന്നിച്ച് കൂടുമ്പോഴത്തേക്ക് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. എല്ലാ കമ്പനി ആയാലും പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും എന്ത് കമ്പനി നടത്തിയിരിക്കണം, ആനുവൽ ജനറൽ മീറ്റിംഗ് നിർബന്ധമായിട്ടും നടത്തിയിരിക്കണം. ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടണമെങ്കിൽ there are some provisions. The first provision is annual general meeting must be held once in every year. വർഷത്തിൽ ഒരിക്കൽ എന്തായിരിക്കും, നോർമൽ മീറ്റിങ്ങിന് ഇൻ അഡീഷൻ ആയിട്ട് തന്നെ എല്ലാ വർഷവും എന്ത് മീറ്റിംഗ് കൂടിയിരിക്കണം, ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിരിക്കണം. The second point is the first annual general meeting. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കമ്പനിയാണ്, ആ കമ്പനിയുടെ ആദ്യത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ആ കമ്പനിയുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എപ്പോൾ കൂട്ടണം? The first annual general meeting must be held within 9 months from the date of closing of first financial year, and this duration cannot be extended even by the registrar. ഒരു കമ്പനിയുടെ ആദ്യത്തെ ജനറൽ മീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ആദ്യത്തെ ജനറൽ മീറ്റിംഗ് ഫസ്റ്റ് AGM കൂടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ കമ്പനിയുടെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിങ്. ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാം എന്നോട് April to March ആണ്. അപ്പം ഈ കമ്പനി സെപ്റ്റംബറിലാണ് തുടങ്ങുന്നുവെങ്കിൽ അവരുടെ ഫസ്റ്റ് ഫിനാൻഷ്യൽ സെപ്റ്റംബർ 2020 തുടങ്ങിയെങ്കിൽ ഇവരുടെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിങ് എന്നാണ് വരുന്നത് 31st March 2021. അപ്പം ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിങ്ങിൻ്റെ 9 മാസത്തെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിൻ്റെ 9 മാസത്തിനുള്ളിൽ ഏത് കൂടിയിരിക്കണം? ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിരിക്കണം. ഇത് ഒരു കാരണവശാലും ഇത് ഈ രജിസ്ട്രാറോ എക്സെപ്റ്റ് ചെയ്തെങ്കിൽ പോലും ഈ ഡേറ്റ് മാറാൻ പറ്റത്തില്ല. അതായത് ഒരു കമ്പനി സെപ്റ്റംബർ 2020 സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവരുടെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 31st March 2021 ആണ്. ഇതിന് മുമ്പ് അല്ലെങ്കിൽ 31st March 2021 കഴിഞ്ഞ് 9 മാസത്തിനുള്ളിൽ ഏത് മീറ്റിംഗ് കൂടിയിരിക്കണം? ഫസ്റ്റ് AGM കൂടിയിരിക്കണം. അല്ലാത്ത പക്ഷം അതവർക്ക് ഈ ഡ്യൂറേഷൻ ഒരു കാരണവശാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് the first annual general meeting must be held within 9 months from the date of closing of first financial year, and this duration cannot be extended even by the registrar. The third one, the subsequent ആയിട്ടുള്ള ഫസ്റ്റ് AGM കഴിഞ്ഞിട്ട് അടുത്തതായിട്ടുള്ള സബ്സിക്വൻറ്റ് AGMൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ നടത്തിയിരിക്കണം. അതായത് അപ്പോൾ ഫസ്റ്റ് AGM കഴിഞ്ഞു, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അവരുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ജനറൽ മീറ്റിംഗ് കടന്നു വരികയാണ് 21-22. അപ്പോൾ 21 നമ്മൾ സപ്പോസ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 2020 തുടങ്ങിയെങ്കിൽ എന്താണ് അടുത്ത ഇതിലേക്ക് നമ്മൾക്ക് അടുത്തത് മാർച്ച് 2021 മുൻപ് നമ്മൾ മാർച്ച് 2021 കഴിഞ്ഞ് 9 മാസത്തിനുള്ളിൽ നടത്തിയിരിക്കണമെന്ന് പറഞ്ഞു. സപ്പോസ് നമ്മൾ നടത്തിയെന്ന് വിചാരിക്കുക, നമ്മൾ സപ്പോസ് ഒരു ഫസ്റ്റ് AGM കഴിഞ്ഞു, അടുത്ത വർഷം വരുമ്പോൾ അടുത്ത AGM വരത്തില്ല. അടുത്ത AGM സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നടത്തിയിരിക്കണം. എപ്പോഴും കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ട് 6 മാസത്തിനുള്ളിൽ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 മാസത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ 2020-21 AGM-ഉം 21-22 AGM-ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്രയും ആകാൻ പാടില്ല? 15 മന്ത്സിൽ കൂടാൻ പാടില്ല. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ, സപ്പോസ് നമുക്ക് കോവിഡ് ഡേയ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ റീസൺസ് കൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ രജിസ്ട്രാറിനടുത്ത് പെർമിഷൻ എടുക്കണം. അങ്ങനെ എക്സ്റ്റൻഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ മാക്സിമം 3 മാസം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് AGM കൂടിയിരിക്കണം, എല്ലാ വർഷവും കൂടിയിരിക്കണം. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ AGM എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 9 മാസത്തിനുള്ളിൽ, സബ്സിക്വൻറ്റ് AGM എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ കൂടിയിരിക്കണം. എപ്പോഴും ഓർക്കുക, ഒരു AGM കമ്പനിയുടെ
AGM കൂടാൻ നേരത്ത് it is necessary that it is ഒരു prerequisite that there should be the member have to give notice before 21 days. 21 ദിവസം മുൻപ് തന്നെ നോട്ടീസ് അവർക്ക് കൊടുത്തിരിക്കണം. നോട്ടീസിൻ്റെ പ്രത്യേകത നോട്ടീസ് റൈറ്റിങ്ങിലായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലാണെങ്കിലും മതി, പക്ഷെ കൊടുത്തിരിക്കണം. കാരണം നമുക്ക് ആ നോട്ടീസിനകത്ത് നമ്മുടെ പ്ലേസും ഡേറ്റും എന്നാണ് നടക്കുന്നത്, ഏത് സമയത്താണ്, ഏത് സ്ഥലത്താണ്, എത്രാമത്തെ സമയത്താണ്, ഏത് സമയത്താണ് നടക്കുന്നുള്ള കാര്യമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി നമുക്കിപ്പോൾ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അപ്പോൾ നമുക്ക് ചിലപ്പം 21 ഡേയ്സ് പ്രയർ നോട്ടീസ് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ഷോർട്ട് നോട്ടീസ് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അതിൽ കമ്പനിക്ക് വോട്ട് ചെയ്യാൻ അധികാരമുള്ള 95% ആളുകളും എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് നോട്ടീസ് കൊടുത്ത് മീറ്റിംഗ് നടത്താൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ മീറ്റിംഗ് നടത്തുമ്പോൾ നോർമൽ ബിസിനസ് അവേഴ്സ് വേണം മീറ്റിംഗ് നടത്താൻ. ഈവനിങ്ങും ലേറ്റ് നൈറ്റ് ഒന്നും കൊണ്ട് മീറ്റിംഗ് നടത്താൻ പാടില്ല. ബിസിനസ് അവേഴ്സ് എന്ന് പറയുമ്പം ഇറ്റ്സ് ബിറ്റ്വീൻ 9 AM to 6 PM. അതുപോലെ തന്നെ ഒരു ഹോളിഡേയിൽ നടത്താൻ പാടില്ല. ഒരു നാഷണൽ ഹോളിഡേ ഒരു കാരണവശാലും മീറ്റിംഗ് നടക്കാൻ പാടില്ല. മീറ്റിംഗ് എവിടെ നടക്കുമെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ വേണം, അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഇത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളില്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന സിറ്റിയിലോ അല്ലെങ്കിൽ ആ ടൗണിലോ വില്ലേജിലോ ഒക്കെയുള്ള മറ്റൊരു സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം, ഒരു ഹോട്ടലിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. എപ്പോഴും ഓർക്കുക, ഇത് എല്ലാ കമ്പനികളും പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നിർബന്ധമായിട്ടും എന്ത് കൂടിയിരിക്കണം, AGM കൂടിയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് AGM കൂടുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് an opportunity to the members to express their views with respect to the management of the company. ഷെയർ ഹോൾഡേഴ്സ് പണം കൊടുത്തിട്ടിരിക്കുക, അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. സോ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് എല്ലാ വർഷവും അവരൊന്ന് വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അറിയാനുള്ള അവസരം കിട്ടുന്നു ഏത് കൂടുമ്പോഴത്തേക്ക്, AGM കൂടുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, അവരെല്ലാവരോടും ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനറൽ മീറ്റിംഗ് ആണ്, നമുക്കൊരു അറിയാം. അപ്പോൾ അവരെല്ലാം കാര്യങ്ങൾ ഒന്നിച്ചുകൂടി കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ ആയിട്ടുള്ള കൺട്രോൾ അവർക്കുണ്ടാക്കാൻ എല്ലാ വർഷവും അവരൊന്നിച്ച് കൂടുന്നു, കാര്യങ്ങൾ ചിന്തിക്കുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ കൺട്രോൾ എക്സസൈസ് ചെയ്യാനും ഇതുവരെ സഹായിക്കുന്നുണ്ട്, AGM വരെ സഹായിക്കുന്നുണ്ട്. സോ വിച്ച് ഹെൽപ്പ് us to protect the interest of the shareholders. ആൻഡ് എപ്പോഴും ഓർക്കുക, ഈ AGMലാണ്, ആനുവൽ ജനറൽ മീറ്റിംഗ് ആണിലാണ് കമ്പനിയുടെ അക്കൗണ്ട്സുകൾ, അതാത് വർഷത്തെ അക്കൗണ്ട്സുകൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം കമ്പനി മെമ്പർമാർക്ക് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനും ഒരു അവന്യൂ ആണ് ഏതെന്ന് പറയുന്നത്, AGM എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് 2 തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഡീൽ ചെയ്യുന്നത്. ഒന്ന് ജനറൽ ബിസിനസ്സും, 2 സ്പെഷ്യൽ ബിസിനസ്സും. ജനറൽ ബിസിനസ്സും സ്പെഷ്യൽ ബിസിനസ്സും. ജനറൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അത് എല്ലാ AGMകളിലും വന്ന് ഡിസ്കസ് ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള നോർമൽ കോഴ്സ് ഓഫ് ദ ബിസിനസ്സാണ്. അതിൽ എല്ലാ AGMൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ജനറൽ ബിസിനസ് എന്ന് പറയുന്നത്. അതേസമയം സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയുന്നത് ജനറൽ ബിസിനസ്സിന് പുറത്തുള്ള, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാ AGMലും ഡിസ്കസ് ചെയ്യും. അതല്ലാതുള്ള മറ്റു കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജനറൽ ബിസിനസ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ചില ഡിസ്കഷൻസ് കമ്പൽസറി ആയിട്ട് എല്ലാ AGMകളിലും നമ്മൾ കമ്പൽസറി ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാകും. ആൻഡ് ദി ഹാവ് ടു ബി, നമുക്ക് അത്തരം കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കുന്നത് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കും. ഓർഡിനറി റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞു, ജസ്റ്റ് മജോറിറ്റി മതി. മജോറിറ്റി ആളുകളും അതിനെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഓർഡിനറി ബിസിനസ്സിലുള്ള കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, ഇപ്പം അക്കൗണ്ട്സുകൾ, പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ട്സ്, നമ്മുടെ ആനുവൽ അക്കൗണ്ടുകൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാക്കാം, അല്ലെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ ഡിക്ലറേഷൻ, നമ്മുടെ ഓരോ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ അത് നിർബന്ധമായിട്ട് എല്ലാ AGMലും ഡിസ്കസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എത്ര ഡിവിഡൻറ്റ് ഉണ്ടെന്നുള്ള ഡിക്ലറേഷൻ അത് എല്ലാ AGMലും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പുതിയ ഓഡിറ്റർമാരോ അല്ലെങ്കിൽ അവരെ റിട്ടയർമെൻറ്റ് വരുവാണെങ്കിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ഈ AGMലാണ്. അല്ലെങ്കിൽ ഡയറക്ടർമാരുടെ റിട്ടയർമെൻറ്റ് കടന്നു വരുമ്പോൾ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്, അത് AGMൻ്റെ ജനറൽ ബിസിനസ്സിൽ കടന്നു വരുന്നതാണ്. എന്നാൽ ഇതില്ലാത്ത മറ്റു കാര്യങ്ങൾ അത് എപ്പോഴും ഓർക്കുക, എപ്പോഴും എന്തായിരിക്കും, ജനറൽ ബിസിനസ്സിലില്ലാത്ത കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്, സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയുന്നത്. ജനറൽ ബിസിനസ് എന്ന് പറയുന്നത് റിപ്രസെൻറ്റേഷൻ ഓഫ് ആനുവൽ അക്കൗണ്ട്സ് ആകാം, ഡിവിഡൻഡ് ഡിക്ലറേഷൻ ആക്കാം, അപ്പോയിൻമെൻറ്റ് ആൻഡ് റിട്ടയർമെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ആകും. ഇതല്ലാതെ മറ്റു കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് സ്പെഷ്യൽ ബിസിനസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നിലവിലത്തെ ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിക്ക് കുറച്ച് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിക്ക് കുറച്ച് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അല്ല, നോർമൽ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറൽ ബിസിനസ്സാണ്. അല്ലാതെ നമ്മുടെ നിലവിലുള്ള ഒരു ഡയറക്ടറിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു കാര്യം വരുവാണെങ്കിൽ അതെന്താണ്, സ്പെഷ്യൽ ബിസിനസ്സാണ്.
മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഓർഡിനറി ബിസിനസ്സും AGM-ൽ ഡിസ്കസ് ചെയ്യും, സ്പെഷ്യൽ ബിസിനസ്സും എവിടെ ഡിസ്കസ് ചെയ്യും? AGM-ൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓർക്കുക, AGM എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം AGM ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ദ മെമ്പേഴ്സ് ടു എക്സ്പ്രസ് ദ വ്യൂസ് വിത്ത് റെസ്പെക്ട് ടു ദി മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഓർക്കുക, കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണ് കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടുകൾ, കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. ആനുവൽ ജനറൽ മീറ്റിംഗാണ് കമ്പനിയുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ആനുവൽ ജനറൽ മീറ്റിംഗാണ് കമ്പനിയുടെ ഓഡിറ്റർമാരെയും കമ്പനിയുടെ ഡയറക്ടർമാരെയും റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ ഡയറക്ടർമാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ ഓഡിറ്റർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ ഫോർ എ കമ്പനി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹോൾഡ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ചില സമയത്ത് നമ്മൾക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് നമ്മളെ വിളിച്ചു കൂട്ടാൻ ഡിഫോൾട്ട് വരുത്തുകയാണ്. ഒരു കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗ് നമ്മൾ പറഞ്ഞു, ആനുവൽ ജനറൽ മീറ്റിംഗ് കമ്പനി ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വരുത്തുന്നതിൽ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ കമ്പനി ലോ ട്രിബ്യൂണലിന് നമ്മുടെ കമ്പനിയുടെ ഏതെങ്കിലും മെമ്പർമാർ കമ്പനി ലോ ട്രിബ്യൂണൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഈ പറഞ്ഞ കമ്പനി നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടിട്ടില്ല എന്ന് കൊടുക്കുകയാണെങ്കിൽ ദ കമ്പനി ലോ ട്രിബ്യൂണൽ ഇഷ്യൂ ഡയറക്ഷൻസ് ടു കോൾ ദി ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനി ലോ ട്രിബ്യൂണൽ എന്ത് ചെയ്യും? ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടും. എപ്പോഴും ഓർക്കുക, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒരു കമ്പനി AGM നടത്തിയിട്ടില്ല എങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഓഫീസേഴ്സ് ഉണ്ട്. ഓഫീസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ AGM വിളിച്ചു കൂട്ടാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തിയിട്ടില്ല എങ്കിൽ every officer in default will be punishable with a fine of ₹1 lakh. ഇനി നമ്മൾ സമയം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ നടത്തിയിരിക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്തിനുള്ളിൽ നടന്നിരിക്കണം. ഓരോ ദിവസത്തിനും 5000 രൂപ വെച്ച് ഫൈൻ കയറി വരും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ കമ്പനി ടു ഹോൾഡ് an annual general meeting because it provides an opportunity for the members to express the view with respect to the management of the company. So this is about annual general meeting. So when we look into the second meeting, that is extraordinary general meeting. Extraordinary general meeting. Extraordinary general meeting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a meeting which is other than annual general meeting. ഒരു കമ്പനി മെമ്പർമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ നേരത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാതെയുള്ള എല്ലാ മീറ്റിങ്ങുകളും എന്താണ്? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്. അതിൻ്റെ ആ പേരിൽ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? നോർമലായിട്ടുള്ള മീറ്റിംഗ് അല്ല. അവിടെ എന്താണ്? ചില അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പെട്ടെന്നൊരു തീരുമാനം വേണം. അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ, ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനു മുമ്പ് നമുക്കൊരു തീരുമാനം വേണം എന്നുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന മീറ്റിംഗാണ് ഏതെന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഓർഡിനറി ബിസിനസ് കാര്യങ്ങളല്ല. കാരണം ഇവിടെ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനിൽ അർജൻറ്റായിട്ടുള്ള തീരുമാനമെടുക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഡയറക്ടർമാർക്ക് വിളിച്ചു കൂട്ടണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതിനുള്ള അവരെ എംപവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമുക്ക് വിളിച്ചു കൂട്ടാൻ പറ്റത്തുള്ളൂ. സപ്പോസ് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഇറ്റ് ക്യാൻ ബി ഹെൽഡ് ഈവൻ അറ്റ് എ ഹോളിഡേ. ഒരു ഹോളിഡേ ആണെങ്കിൽ പോലും നമുക്ക് വിളിച്ചു കൂട്ടാൻ പറ്റും. But otherwise, because the most important point is extraordinary general meeting is held. It can be called only for discussing the matters which is urgent and which cannot be postponed till the next AGM. അടുത്ത AGM വരെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. വളരെ അർജൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം. അങ്ങനെ മാത്രമേ നമുക്ക് ഏത് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റത്തുള്ളൂ. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. നോർമലി എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എങ്ങനെയാണ് വിളിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പർമാർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ വിളിച്ചു കൂട്ടാം. അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനടുത്ത് റിക്വസ്റ്റ് ചെയ്തു, അവർ വിളിച്ചു കൂട്ടുന്നില്ല എങ്കിൽ അവർക്ക് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അല്ലെങ്കിൽ കമ്പനി ലോ ട്രിബ്യൂണലിന് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. ഇങ്ങനെ 4 തരത്തിലാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടുന്നത്. ഒന്നാമത്തേത് പറയുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമുക്കറിയാം കമ്പനിക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തന്നെ വിളിച്ചു കൂട്ടാം. whenever they think fit that it is a need of the hour to hold an extraordinary general meeting, then the board of directors can call
എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അപ്പം ഇങ്ങനത്തെ മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടാൻ നേരത്ത് നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നിലവിൽ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടർമാർ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ നമ്മുടെ കുറച്ച് നമ്മൾ ശരിക്കും കോറം തികയാൻ ആളില്ലെന്ന് വിചാരിക്കുക. നമ്മുടെ കുറച്ച് ഡയറക്ടേഴ്സ് ഔട്ട് ഓഫ് ഇന്ത്യയാണ്, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഇന്ത്യക്ക് പുറത്താണ് എങ്കിൽ പോലും അവിടെ അത് കാരണം നമുക്ക് കോറം തികയാനില്ലെങ്കിൽ പോലും ആ മീറ്റിംഗ് എന്തായിട്ട് മാറും? വാലിഡായിട്ട് മാറും. കാരണം അതൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ അല്ലേ. Because the meeting may be such meetings may be valid even if the quorum of the board of directors is not complete, if it is due to the directors which is not within in India. എന്ത് കാരണങ്ങൾ കൊണ്ടാ പിണങ്ങി മാറി നിന്ന് കോറം തികഞ്ഞില്ലെങ്കിൽ കാരണമാകത്തില്ല. ഇന്ത്യക്ക് പുറത്താണ് ഡയറക്ടർമാർ, ഇപ്പോൾ അതുകൊണ്ട് തന്നെ കോറം തികയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഈ മീറ്റിംഗ് വാലിഡായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് ആര് വിളിച്ചു കൂട്ടുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിളിച്ചു കൂട്ടുന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്. രണ്ടാമത് ബൈ ഡയറക്ടേഴ്സ് ഓൺ റിക്വിസിഷൻ ഓഫ് മെമ്പേഴ്സ്. നമുക്ക് വേണമെങ്കിൽ കമ്പനിയുടെ മെമ്പർമാർ മറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആരുടെ അടുത്ത് ആവശ്യപ്പെടാം? ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടാം. എന്തിനു വേണ്ടി? ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടാം. ഇങ്ങനെ കൊടുക്കുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ എപ്പോഴും ഓർക്കുക. അപ്പോൾ നമ്മുടെ കമ്പനിമാരുടെ മെമ്പർ ആരോട് ആവശ്യപ്പെടാം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടാം, ഞങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. ഒരു വ്യക്തി ആവശ്യപ്പെട്ട് നടത്താൻ പറ്റുമോ? ഇല്ല, ഒരു വ്യക്തിയല്ല. നമുക്ക് അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർ റിക്വസിഷനിസ്റ്റ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള റിക്വസിഷനിസ്റ്റ് എന്ന് പറയുന്നത് that requisition must be made by the people who have at least 1/10 of the paid up capital of the company and they have the right to vote. കമ്പനിയിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ള, അല്ലെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10% ഹോൾഡ് ചെയ്യുന്ന, മിനിമം 10% ഹോൾഡ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ആർക്കും വിളിച്ചു കൂട്ടാൻ പറ്റത്തുള്ളൂ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു മെമ്പർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. കമ്പനിയുടെ മിനിമം അറ്റ്ലീസ്റ്റ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 10% ഹോൾഡ് ചെയ്യുന്ന ആളുകളെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവരൊന്നിച്ച് നിന്ന് റിക്വസ്റ്റ് ഇപ്പോൾ കുറേ പേർ ഒന്നിച്ച് റിക്വസ്റ്റ് ചെയ്തു, അവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ക്യാപിറ്റൽ നോക്കുമ്പോൾ കമ്പനി ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 10% കൂടുതലാണ് എങ്കിൽ മാത്രമേ ആ റിക്വസ്റ്റ് വാലിഡായി മാറത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്കെല്ലാം എന്തിനുള്ള റൈറ്റും ഉണ്ടായിരിക്കണം, വോട്ട് ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കണം. എപ്പോഴും ഓർക്കുക, റിക്വസിഷനിസ്റ്റ് കാര്യം അവർ കമ്പനിയുടെ അടുത്ത് പറയുമ്പോൾ അവർ വ്യക്തമായിട്ട് പറയണം ഏത് വിഷയത്തിൽ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏത് മാറ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയണം. അതുപോലെ തന്നെ അത് ആ ഒരു റൈറ്റിങ്ങിൽ അത് കൊടുക്കുന്ന സമയത്ത് എല്ലാ റിക്വസിഷനിസ്റ്റും അത് സൈൻ ചെയ്യുകയും കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ അത് കൊണ്ട് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ എന്ത് വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണോ അവർ ലെറ്റർ കൊടുത്തിരിക്കുന്നത് ആ വിഷയം മാത്രമേ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി നമുക്ക് ഒരിക്കലും ഒരു റിക്വസിഷൻ നമുക്ക് കമ്പനിയെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് 21 ഡേയ്സിനുള്ളിൽ തന്നെ അതിനുള്ള മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും 45 ദിവസത്തിനുള്ളിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ചെയ്യണം. ഇതാണ് ഏത് മീറ്റിംഗ് ആണ്? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിച്ച് ഇസ് കോൾഡ് ബൈ ഡയറക്ടേഴ്സ് ഓൺ റിക്വസിഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്. നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു, പക്ഷെ അവർ വിളിച്ചു കൂട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ റിക്വസിഷൻസ് തന്നെ എന്ത് ചെയ്യാം? മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടാം. അങ്ങനെയുള്ള കേസ് അത് വാലിഡായിട്ട് തന്നെ മാറും. പക്ഷേ എപ്പോഴും ഓർക്കുക, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടാൻ വേണ്ടി ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഡയറക്ടർമാർ വിളിച്ചു കൂട്ടുന്നില്ല എങ്കിൽ if the directors does not proceed to call the meeting within the time, then the requisitionists have the right to proceed to call the meeting. എപ്പോഴും ഓർക്കുക, requisitionist അവർ മീറ്റിംഗ് they can hold the meeting within 3 months from the date of requisition. അപ്പോൾ 3 മാസം അവർ റിക്വസ്റ്റ് കൊടുത്തു. നമ്മൾ പറഞ്ഞു 21 ദിവസത്തിനുള്ളിൽ അവർക്കത് ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. 3 മാസമായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് റിക്വസിഷൻ ചെയ്ത അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യും? മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. എപ്പോഴും ഓർത്തണം, അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ റിക്വസിഷനിസ്റ്റ് തന്നെയാണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതെങ്കിൽ അവർക്ക് അതിനുണ്ടായ ചിലവുകൾക്ക് അവർക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം. കമ്പനിക്ക് അവരുടെ എല്ലാ ചിലവുകളും കമ്പനി റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് മാത്രമേ അവർക്ക് അപ്പം ബോർഡ് ഓഫ് ഡയറക്ടർമാരല്ല ഇവിടെ നിൽക്കുന്നത്, മെമ്പർമാർ തന്നെ റിക്വസ്റ്റുകൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം കമ്പനീസ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണം
കമ്പനി ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യാൻ. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ നേരത്ത് കോറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കോറം നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, അരമണിക്കൂറിനുള്ളിൽ കോറം പ്രസൻറ്റ് ആയിട്ടില്ല എങ്കിൽ മീറ്റിംഗ് ക്യാൻസലായി മാറും. അപ്പോൾ എപ്പോഴും ഓർക്കുക, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ബോർഡ് ഓഫ് ഡയറക്ടർമാർ വിളിച്ചു കൂട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് മെമ്പർമാർക്ക് വേണമെങ്കിൽ പോലും മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റും. അടുത്തതായിട്ട് കമ്പനി ലോ ട്രിബ്യൂണലിന് വേണമെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അപ്പം നമുക്ക് ചില സമയത്ത് ഒരു അർജൻറ്റ് മീറ്റിംഗ് കമ്പനിക്ക് വിളിച്ചു കൂട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് അപ്പുറത്തിൽ നിന്ന് ഒരു അർജൻറ്റ് മീറ്റിംഗ് കമ്പനിക്ക് വിളിച്ചു കൂട്ടാൻ പറ്റുന്നില്ല എങ്കിൽ ദ കമ്പനി ലോ ട്രിബ്യൂണൽ ഈസ് എംപവേർഡ്. They can empowered to call and conduct an annual general meeting. ആ കമ്പനിയുടെ മെമ്പർമാർ ഡയറക്ടർമാർ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള റൈറ്റ് ആർക്കുമുണ്ട്? കമ്പനി ലോ ട്രിബ്യൂണലിനും ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി ലോ ട്രിബ്യൂണൽ they can conduct the meeting as a manner in which they think fit. അവർക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഫിറ്റ് എന്നുള്ള തോന്നുന്ന രീതിയിൽ അവർക്ക് ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അതുപോലെ തന്നെ എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളുടെ ഡയറക്ഷൻസും ആർക്ക് കൊടുക്കാം? കമ്പനി ലോ ട്രിബ്യൂണലിന് കൊടുക്കാം. ഇതാണ് എന്തെന്ന് പറയുന്നത് കമ്പനി ലോ ട്രിബ്യൂണൽ വിളിച്ചു കൂട്ടുന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തീരുമാനമെടുക്കണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൂടെ മീറ്റിംഗിന് വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ക്ലാസ്സുകളായിട്ട് നമ്മൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണെങ്കിൽ ദിറ്റ് ഈസ് കോൾഡ് എ ക്ലാസ് മീറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ ആര് മാത്രം മതി അങ്ങനത്തെ ഇക്വിറ്റി ഷെയർ? അപ്പോൾ ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ മാത്രമേ അവിടെ വരത്തുള്ളൂ. അങ്ങനെ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ രീതികൾ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ബേസ്ഡ് മാത്രമാണ് നമ്മൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതെങ്കിൽ ദിറ്റ് ഈസ് കോൾഡ് വാട്ട്? സെപ്പറേറ്റ് മീറ്റിംഗ് ആയിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? ക്ലാസ് മീറ്റിംഗ്. എപ്പോഴും ഓർക്കുക, ഏത് കാറ്റഗറി ആണോ വിളിച്ചത് ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ആ മീറ്റിംഗിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എപ്പോഴും ഇത്തരം മീറ്റിംഗ് നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് പർട്ടിക്കുലർ കാറ്റഗറിയെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മാത്രം ക്ലാസ് മീറ്റിങ്ങുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആൻഡ് ക്ലാസ് മീറ്റിംഗ്. അടുത്ത വൺ ഈസ് അതർ മീറ്റിംഗ്സ്. അതർ മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ മറ്റാളുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ ആകാം? അത് ക്രെഡിറ്റർമാരാകാം, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആകാം, കോൺട്രിബ്യൂട്ടറീസ് ആകാം, ഡയറക്ടർമാരാകാം. നമുക്കറിയാം, ക്രെഡിറ്റർമാരുടെ മീറ്റിംഗ്, കമ്പനിക്ക് പണം തന്നിട്ടുള്ള ക്രെഡിറ്റർമാരുടെ മീറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ വിളിച്ചു കൂട്ടാം. നോർമലി ക്രെഡിറ്റർമാരുടെ മീറ്റിംഗ് നമ്മൾ കമ്പനിയുടെ ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ക്രെഡിറ്റർമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. ഫോർ എക്സാമ്പിൾ, ഡിസ്കസിങ് ദ മാറ്റേഴ്സ് ലൈക്ക് കമ്പനിയുടെ ക്യാപിറ്റൽ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ കമ്പനി ആരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം? കമ്പനിയുടെ ക്രെഡിറ്റർമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഈ കാര്യം പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കമ്പനിയും ക്രെഡിറ്റർമാരും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ക്രെഡിറ്റർമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, കമ്പനി അടച്ചു കൂട്ടാൻ വേണ്ടി പോവുകയാണെങ്കിൽ ക്രെഡിറ്റർമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരിക, കമ്പനി അല്ലെങ്കിൽ അടച്ചുപൂട്ടി, കമ്പനി ഒരു ലിക്വിഡേറ്റർ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി ഒരു ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഫീസർ അവർക്ക് കമ്പനി പൂട്ടുമ്പോൾ കമ്പനി അവർക്ക് കൊടുക്കാനുള്ള പണമെല്ലാം അടച്ചു കൊടുക്കണമല്ലോ. അങ്ങനെയുള്ള അക്കൗണ്ട്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ആരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം? ക്രെഡിറ്റർമാരുടെ മീറ്റിംഗ് നമുക്ക് വിളിച്ചു കൂട്ടാം. അതേപോലെ തന്നെ നമുക്ക് ആരുടെ മീറ്റിംഗും വിളിച്ചു കൂട്ടാം? ക്രെഡിറ്റേഴ്സ് പോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ, കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിബഞ്ചർ മേടിച്ച ആളുകൾ, കമ്പനിക്ക് കുറച്ച് പണം വേണം, ഈ പണം റേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി കുറച്ച് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തു. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡോക്യുമെൻറ്റ് ഫോർ ദ പർപ്പസ് ആസ് എൻ എവിഡൻസ് ഓഫ് ഡെപ്റ്റ്, അല്ലേ? കമ്പനിക്ക് കുറച്ച് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിബഞ്ചർ മേടിച്ച ആളുകളാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം? ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അതുപോലെ തന്നെയാണ് കോൺട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഹു അഗ്രി ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ് ഓഫ് ദ കമ്പനി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാം എന്ന് പറയുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ആരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം? കോൺട്രിബ്യൂട്ടറീസിൻ്റെ മീറ്റിംഗ് നമുക്ക് വിളിച്ചു കൂട്ടാം. അതുപോലെ തന്നെ ഡയറക്ടർമാരുടെ മീറ്റിംഗ് നമുക്ക് വിളിച്ചു കൂട്ടാം. ദീസ് ആർ ദ വേരിയസ്
other meetings, meeting of creditors, meeting of debenture holders, meeting of contributories and meeting of directors. So ഇതാണ് കമ്പനി മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. കമ്പനി മീറ്റിംഗ്സ് മീൻസ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സും ഉണ്ട്, അതർ മീറ്റിംഗ്സും ഉണ്ട്.